ഈ ഒരു വട്ടം കണ്ടോ? ഈ കാണുന്നതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മോതിരം വീണ കിണറാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, ഖുബാ പള്ളിയുടെ അടുത്താണുള്ളത് ട്ടോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ എപ്പോഴും ഒരു മോതിരം ഉണ്ടായിരുന്നു. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സിദ്ദീഖ് റളിയല്ലാഹുവിന് കൈമാറി. സിദ്ദീഖ് റളിയല്ലാഹുവിന് കാലശേഷം അത് ഉമർ റളിയല്ലാഹുവിൻ്റെ കൈകളിലെത്തി. ശേഷം അത് ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കൈകളിലെത്തി. 6 വർഷം ആ മോതിരം ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കൈകളിലുണ്ടായിരുന്നു. അങ്ങനെ ശേഷം ഒരു ദിവസം ഉളു എടുക്കുന്ന സമയത്ത് അത് ഈ കിണറിൽ വീഴുകയുണ്ടായി. കുറേ വെള്ളം വറ്റിച്ച് തെരഞ്ഞിട്ടും ആ മോതിരം അങ്ങനെ നഷ്ടപ്പെട്ടു പോയി. ശേഷം ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളുടെ കാലത്തും വെള്ളം വറ്റിച്ച് മോതിരത്തിന് വേണ്ടി തെരഞ്ഞെങ്കിലും ആ മോതിരം കിട്ടിയില്ല. ഈ മോതിരം നഷ്ടപ്പെട്ട 6 വർഷത്തിന് ശേഷമാണ് കേട്ടോ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ഭരണത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അങ്ങനെ പ്രക്ഷോഭകാരികളാൽ ഉസ്മാൻ റളിയല്ലാഹുവിന് കൊല്ലപ്പെടുകയൊക്കെ ചെയ്യുന്ന പ്രശ്നങ്ങളുടെയൊക്കെ തുടക്കം ആരംഭിക്കുന്നത് ഈ ഒരു 6 വർഷത്തിന് ശേഷമാണ്. ഈ കിണറിൽ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് കാല് നീട്ടിയിരുന്നു. ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നു. അങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് റസൂലുള്ളാഹി പറഞ്ഞു, അബൂബക്കറും ഫിൽ ജന്ന. ശേഷം ഉമർ റളിയല്ലാഹു അൻഹു വന്നു. അത് റസൂലുള്ളാഹിൻ്റെ അപ്പുറത്തെ ഭാഗത്ത് തന്നെ ഇരുന്നു. അങ്ങനെ കാലിൽ നീട്ടി അതുപോലെ തന്നെ ഇരുന്നു. അങ്ങനെ ഉമർ റളിയല്ലാഹുവിനോടും റസൂലുള്ളാഹി പറഞ്ഞു, ഉമറും ഫിൽ ജന്ന. ശേഷം ഉസ്മാൻ റളിയല്ലാഹു വന്നു. അവർക്ക് രണ്ടുപേരും ഇരുന്നത് കൊണ്ട് അവിടെ സ്ഥലമില്ലായിരുന്നു. അപ്പോൾ നേരെ ഓപ്പോസിറ്റിലാണ് ഉസ്മാൻ റളിയല്ലാഹു ഇരുന്നത്. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹുവിനോട് റസൂലുള്ളാഹി പറഞ്ഞു, ഉസ്മാനും ഫിൽ ജന്ന. അതിൽ പിന്നെ ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാവുമെന്നൊക്കെ റസൂലുള്ളാഹി ഉസ്മാൻ റളിയല്ലാഹുവിന് ആദ്യ സൂചന കൊടുത്തു. ഇതിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെയും ഉമർ റളിയല്ലാഹുവിൻ്റെയും റസൂലുള്ളാഹിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഉസ്മാൻ റളിയല്ലാഹു ഇരുന്നിട്ടുള്ളത്. അപ്പോൾ അതുപോലെയാണ് ഇന്ന് ജന്നത്തുൽ ബഖീയിൽ ചെന്ന് കഴിഞ്ഞാൽ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ മക്ബറ ഖബർ ഷരീഫ് ഉള്ളത് റസൂലുള്ളാഹിൻ്റെയും അതേപോലെ തന്നെ ഉമർ റളിയല്ലാഹുവിൻ്റെയും ഉസ്മാൻ റളിയല്ലാഹു പിന്നെ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ അവിടെ നിന്ന് തന്നെ ആ ഒരു കിണറിൽ ഇരുന്ന് ജന്ന എന്ന് പറഞ്ഞ സമയത്ത് തന്നെ അവരുടെ ആ ഒരു സ്ഥാനം അവിടെ നിന്ന് റസൂലുള്ളാഹി പ്രവചിച്ചിരുന്നു.